ഇന്നത്തെ ഇപ്പോൾ ഈ അധ്യായത്തിലൂടെ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളുടെ പ്രായത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഈ പഠിത്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്രത്യേകിച്ച് രക്ഷകർത്താക്കളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ കൗമാരം എന്ന് പറയുന്ന ഒരു പ്രായം നിങ്ങളുടെ ബോഡിയിൽ പലതും ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്ന പ്രായമാണ്. നമുക്കറിയാം നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് 3 സംഭവമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ബേസിക് നീഡ്സ് അതിൽ ഭക്ഷണം ഏറ്റവും പ്രധാനമുള്ളത്, അതുപോലെ തന്നെ വിസർജ്യം. പിന്നീടുള്ളത് ഒരു ഏജ് കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അത് നമ്മളിൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയമായിട്ട് ഇങ്ങനെ ബോഡിയിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് രോമങ്ങൾ കളിച്ചു തുടങ്ങിയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കുറച്ച് ഈ കൂടുതലായിട്ടുള്ള അഭിമാനം തോന്നുക, കൂടുതലായിട്ടുള്ള ഈ മുതിർന്നവരൊക്കെ കയറി ഉപദേശിക്കുന്നത് നമുക്ക് ഒരു തർക്കുത്തരം പറയാൻ തോന്നുന്ന ഒരു പ്രായമാണ്. അപ്പോൾ നമ്മൾ അടുക്കി പറക്കി വെച്ചിരിക്കുന്ന ഒരു പ്രായത്തിൽ നമ്മുടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പം എക്സാമിനിരിക്കുമ്പോൾ വരുന്ന ചില ചോദ്യങ്ങളിലും അങ്ങനെ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചില വ്യക്തികൾ, ലഹരി മാഫിയ പോലുള്ള ചില വ്യക്തികൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാനുള്ള അതൊരു ശ്രമം ഇതിനിടയ്ക്കൂടി ഉള്ള രീതിയിലാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു പ്രായം, ഇപ്പം നിങ്ങളോട് ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ കുട്ടികളോട് ചോദിക്കുക എത്ര ദിവസം ഉണ്ട് ആഴ്ചയെന്ന് ചോദിച്ചാൽ ഹൗ മെനി ഡേയ്സ് അവൻ 1 വീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യും 7. കാര്യം എന്താണ്, അവർക്കറിയാം ആഴ്ചയിൽ 7 ദിവസമാണ് അടുക്കി പുറകെ വെച്ചിരിക്കുന്നത്. വാട്ട്സ് ദ ഡേ ബിഫോർ ഡേ ഓഫ് വെനസ്ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർ ആൻസർ ചെയ്യും. ഡേ ആഫ്റ്റർ ഡേ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈസി ആയിട്ട് അവർ ആൻസർ ചെയ്യും. അപ്പോൾ അവരോട് മറിച്ച് ഞാൻ ഈ 7 ദിവസം ഇട്ടിട്ടൊരു ചോദ്യം ചോദിക്കും, 3 days ബിഫോർ ദ ഡേ ബിഫോർ സൺഡേ വാട്ട് വിൽ ദ ഡേ ആഫ്റ്റർ ടുമോറോ. അവരാകെ പെട്ടെന്ന് ഇതാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രായത്തിൻ്റെ പ്രശ്നം. അതാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങളൊരു ഏതൊരു കാര്യത്തിലും നിങ്ങൾ അടുക്കി പറക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിച്ചു 3 days ബിഫോർ ദ ഡേ ബിഫോർ സൺഡേ വാട്ട് വിൽ ദ ഡേ ആഫ്റ്റർ ടുമോറോ. 3 ദിവസം മുമ്പ് ഞായറാഴ്ചയുടെ തലേ ദിവസമായിരുന്നെങ്കിൽ നാളത്തെ അടുത്ത ദിവസം ഇത് ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ പലയിടത്തും പല സ്കൂളുകളിലും കുട്ടികളോട് ചോദിച്ചിട്ടുള്ളതാണ്. അവിടെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാതെ കേൾക്കുന്ന ചോദ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ആവശ്യമുള്ളത് എന്താണ്, ആവശ്യമില്ലാത്തത് എന്താണ്, അതും ശ്രദ്ധിച്ചു നോക്കുക. 3 days ബിഫോർ ദ ഡേ ബിഫോർ സൺഡേ വാട്ട് വിൽ ദ ഡേ ആഫ്റ്റർ ടുമോറോ ബി. 3 ദിവസം മുമ്പ് ഞായറാഴ്ചയുടെ തലേ ദിവസം. അപ്പോൾ ശനിയാഴ്ച. അപ്പോൾ ശനിയാഴ്ച തിരിച്ചെണ്ണിയാൽ മതി. ഞായർ, തിങ്കൾ, ചൊവ്വ. അപ്പോൾ ചൊവ്വയുടെ അടുത്ത ദിവസം ആൻസർ കിട്ടി കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ വേണം. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ആവാൻ നിൽക്കാതെ, വെപ്രാളപ്പെടാൻ നിൽക്കാതെ, എടുത്തു ചാടാൻ നിൽക്കാതെ, ഇരുത്തി ചിന്തിച്ച് വളരെ പക്വതയിൽ. അതിനാണ് ഞാൻ നേരത്തെ എൻ്റെ റിവേഴ്സ് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് നല്ല പക്വതയാക്കി എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റൂ. ജീവിതത്തിലേക്ക്, അതായത് എക്സാമിന് മാത്രമല്ല ജീവിതത്തിലേക്ക് കൂടി ഫുൾ A+ വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വേണം. അതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങളുടെ മനസ്സിനെ വെപ്രാളപ്പെടുത്താതിരിക്കുക, നിങ്ങളുടെ ഗുരുത്വം മാറ്റി നിർത്താതിരിക്കുക, അച്ഛനമ്മമാരുടെ മുമ്പിൽ, അധ്യാപകരുടെ മുമ്പിൽ ഒന്നും നിഗളിക്കാൻ നിൽക്കാതിരിക്കുക. ഇപ്പം നമ്മൾ വെറുതെ വന്ന് വഴക്ക് പറയുന്ന അധ്യാപകരുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ അടിക്കുന്ന അധ്യാപകരുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ നമ്മളെ ശാസിക്കുന്ന അധ്യാപകരുണ്ടാകും, പിന്നെ അമ്മമാർ വഴക്ക് പറയുന്നവരുണ്ടാകും, അച്ഛന്മാരുണ്ടാകും. എത്ര കണ്ട് അവർ വഴക്ക് പറയുമ്പോൾ അത്ര കണ്ട് കേട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ മക്കളെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ ഉയർച്ച കിട്ടുകയുള്ളൂ. അപ്പോൾ എത്ര കണ്ട് നിങ്ങൾ അധ്യാപകരെ വന്ദിക്കാൻ കഴിയുമോ, എത്ര കണ്ട് അച്ഛനമ്മമാരെ ബഹുമാനിക്കാൻ കഴിയുമോ, അത്ര കണ്ട് നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകണം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനമ്മമാരെ എങ്ങനെ ബഹുമാനിക്കണം, അധ്യാപകരോട് എങ്ങനെ പെരുമാറണം, നിങ്ങൾ എങ്ങനെ പുസ്തകത്തെ ഇഷ്ടപ്പെടണം. അതുപോലെ തന്നെ ഞാൻ വേറെ വേർഡ് പറഞ്ഞിരുന്നു, ഗുരുത്വം. എന്താണ് ഗുരുത്വം? ഇതൊക്കെ തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ നിങ്ങളോട് സംബന്ധിച്ചുകൊള്ളാം. ഒപ്പം രക്ഷകർത്താക്കൾക്കുള്ള ചില സജഷൻസ്, എൻ്റേതായ, ഞാനൊരു രക്ഷകർത്താവായതുകൊണ്ട് പറയുകയാണ്, എൻ്റേതായ ചില സജഷൻസും കൂടി അടുത്ത അധ്യായങ്ങളിലാകാം. അപ്പം തൽക്കാലം നിർത്തുന്നു.